ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു മാർക്കറ്റിലേക്കാണ്. നമ്മൾ ഈ അടുത്താണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സാധനങ്ങളൊക്കെ വില കുറവ് കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. സെയിം അതേപോലത്തെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ കയറി അവിടെ എത്തി. ഇത് മാർക്കറ്റിൻ്റെ പുറത്തുള്ളൊരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ, ബാഗ്, പെട്ടി സാധനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഷോക്കേസ് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ്. ഇതാണ് കറക്റ്റ് മാർക്കറ്റ്. ഒരു ഓപ്പൺ ഏരിയ അല്ല, ഒരു ഹോളൊക്കെ പോലെ കിട്ടിയേക്കുന്നതാണ്. അതിൻ്റെ പുറത്തുമൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, അകത്താണ് മെയിൻ ആൾക്കാരൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ഇരട്ടി വില കൊടുത്താണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ നാട്ടിലും സാധാരണ അങ്ങനെയാണ്, പക്ഷെ ഇത് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇത്രയും നാളൊക്കെ, ഇപ്പം നമ്മൾ 6 മാസമായി ഇവിടെ സിഡ്നിയിൽ, അപ്പോൾ ഇത്രയും നാൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഇരട്ടി വിലയ്ക്കാണ് എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു ആക്ച്വലി. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാനും പച്ചക്കറി, ഫ്രൂട്ട്സ് എല്ലാനും നമുക്ക് ഇവിടെ കണ്ടു. പിന്നെ ഇവിടെ കൂടുതൽ ഇങ്ങനെ ബോക്സസ് ആയിട്ടാണ് കൂടുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബോക്സ് പാട് നമ്മൾ എടുക്കണം. പക്ഷെ അത് ഭയങ്കര ലാഭമാണ്. പക്ഷെ നമുക്ക് അത്രയും ബോക്സ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾക്ക് അത്രയും എടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നാൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്രിഡ്ജിലാണെങ്കിലും നമുക്ക് വെക്കുന്നതിലൊരു പരിധിയുണ്ട്. നമ്മൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ലൂസായിട്ട് വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പെറുക്കെടുത്തിട്ടോ. കുക്കുംബർ, ക്യാരറ്റ്, ബീൻസ്, അങ്ങനെയൊക്കെ. അതൊക്കെ നമ്മൾ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കൂടുതലും വെജിറ്റബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് തന്നെയാണ് കൂടുതൽ ആവശ്യം. ഞാൻ മാത്രമേ നോൺ വെജ് കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് നന്നായിട്ട് വേണം. അപ്പോൾ നമ്മൾ ഒരു 2 വീക്കിലൊക്കെയുള്ള അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ എടുത്തു. എനിക്ക് ആക്ച്വലി വേർത്താണ്. നമ്മൾ 20 മിനിറ്റ് ദൂരമുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്. ട്രെയിനൊക്കെ കയറി വരണം. എന്നാൽ പോലും എനിക്ക് തോന്നിയ അത്ര ലാഭമായിരുന്നു സാധനങ്ങളൊക്കെ. മാത്രമല്ല നമുക്ക് അവിടെ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാത്ത തരം വെജിറ്റബിൾസും ഇവിടെ കിട്ടും. കണ്ടില്ലേ, അമരപ്പയർ, ഇതൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ വരെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇത് അക്സ്പെരാഗസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചതാവരി എന്നാണ് അർത്ഥം. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചതാവരി അല്ല. നമ്മുടെ നാട്ടിൽ ഞാനിത് കണ്ടിട്ടുമില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പരിചയപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ ഇത്. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ബട്ടറിൽ കിട്ടാണ് ഇവിടെ എല്ലാവരും ഫ്രൈ ചെയ്തൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ കഴിച്ചു. പക്ഷെ എനിക്ക് അതിലും ഇഷ്ടമായത് നമ്മൾ ബീൻസൊക്കെ തോരൻ വെക്കുന്ന പോലെ തോരൻ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാത്രമല്ല ഭയങ്കര ഹെൽത്തിയാണ്. ഇതിന് ഒത്തിരി ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാനിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ലാഭത്തിൽ കണ്ടപ്പോൾ അതെടുത്തു. പിന്നെ മഷ്റൂമും ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു ഡെയിലി ഫുഡ് എന്നൊക്കെ പറയാം. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വാങ്ങും മഷ്റൂം. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഷ്റൂംസ് ഉണ്ട്. ഒത്തിരി ടൈപ്സ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇതിന് മുമ്പ് ഇത്രയും ടൈപ്സ് ഓഫ് മഷ്റൂംസ് ഒന്നും. ഇവിടെ പല ടൈപ്പ്, പൂ പോലെ ഇരിക്കുന്നതും നീളത്തിലിരിക്കുന്നതും ബട്ടൺ മഷ്റൂം, അങ്ങനെ പല ടൈപ്പ് മഷ്റൂംസൊക്കെ ഉണ്ട്. മഷ്റൂംസ് നമ്മൾ കുറച്ചെടുത്തു. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും അത്യാവശ്യം എല്ലാം നമ്മൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ ഇരട്ടി വിലയാണ്. നമ്മൾ ഇത്രയും നാൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത്. നമ്മൾ ഈ അടുത്താണ് കേട്ടോ ഇവിടുത്തെ ഇങ്ങനെ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പാഡീസ് മാർക്കറ്റ് എന്നാണ് ഇവിടുത്തെ പേര്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ചെറിയ ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ടയേർഡ് ആവാൻ നമുക്ക് അത്യാവശ്യം റിഫ്രഷ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാം. അതുപോലെ ഫ്രൂട്ട്സ്, മെയിനായിട്ട് മാംഗോസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ സമ്മർ തുടങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇഷ്ടം പോലെ മാംഗോസ്, പല വെറൈറ്റി മാംഗോസൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ചെറിയാണ്, പല ടൈപ്പ് ചെറീസ്. അതായത് നമ്മൾ നോർമലി റെഡ് കളറല്ലേ കണ്ടിട്ടുള്ളൂ. അവിടെ ഒരു യെല്ലോ കളറും വേറെ എന്തൊക്കെയോ ടൈപ്പ് ചെറീസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് തന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ മെയിനായിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെ നമ്മളിങ്ങനെ ബോക്സേ പാടിയൊക്കെ തന്നെ എടുക്കണം, അപ്പോഴാണ് നമുക്ക് ലാഭമുള്ളൂ. ചിലതൊക്കെ അല്ലാതെ ഇതുകൊണ്ട് റീറ്റെയിലായിട്ട് കൊടുക്കുന്നുമുണ്ട് ബോക്സും. പക്ഷേ അങ്ങനെ ഒരു ഹോൾസെയിലെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ബോക്സ് അങ്ങനെയും ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല ലാഭമുണ്ട്. നമ്മൾ ഡെയിലി വീട്ടിൽ കുറേ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വർത്താണ്. പക്ഷെ നമ്മൾക്കത് സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസും ഇല്ല. നമ്മുടെ വീട്ടിൽ ചെറിയ ഫ്രിഡ്ജൊക്കെയാണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വാങ്ങിയിട്ടും കാര്യമില്ലല്ലോ. എല്ലാ സാധനങ്ങളും കേട്ടോ, ബനാന എല്ലാനും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു 2 ആഴ്ചത്തേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയാണ്. അത്യാവശ്യം ടൈമായിട്ടോ. നല്ലൊരു ഈ അറ്റം മുതലായിട്ട് ഒരു വലിയൊരു ഏരിയ ആണ്. നടന്ന് തിരാൻ നമുക്ക് സമയം പോകുന്ന അറിയില്ല. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് നടക്കാനൊക്കെ തന്നെ ഒരു രസമായിരുന്നു. ഇവിടെ 2 മണി വരെ ഉള്ളൂ ഉച്ചയ്ക്ക്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ
അതുപോലെ ഇവരും സമയം എടുക്കും തോറും കഴിയാറാകുമ്പോഴേക്കും വില കുറക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 12 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇവർ പല സാധനങ്ങളുടെയും വില കുറച്ചു. അങ്ങനെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. 2 ആഴ്ചത്തേക്ക് നമുക്കിനിയപ്പോൾ പച്ചക്കറിയൊന്നും വാങ്ങണ്ട. അപ്പം നമ്മൾ പറയുമായിരുന്നു നമുക്കിനിയപ്പോൾ മാസത്തിലൊരിക്കലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇനി വേർത്ത്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ്, ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടൊരു വീഡിയോ അങ്ങനെ ഒരു മാർക്കറ്റൊക്കെ കണ്ടത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ബൈ ബൈ.